അൺഹീൽഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻസിൻ്റെ ബിഹേവിയറും ക്യാരക്ടേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു അൺഹീൽഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻ എപ്പോഴും താൻ ശക്തനാണെന്ന് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഉള്ളിൽ അവരുടെ ഇൻസെക്യൂരിറ്റീസ് നിറഞ്ഞിരിക്കും. വികാരങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മൗനം, അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, ഒഴിവാക്കൽ, ഡിഫെൻസ്, ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള ഭാവങ്ങൾ. ഉള്ളിൽ ധാരാളം സ്നേഹമുണ്ട് എങ്കിലും അവർക്ക് കമ്മിറ്റ്മെൻറ്റിന് നല്ല ഭയമായിരിക്കും. കൺട്രോൾ വേണമെന്ന അതിയായ ചിന്തയുണ്ടായിരിക്കും, സ്വയവും ബന്ധങ്ങൾക്കും സാഹചര്യങ്ങൾക്കും ഒക്കെ. പെട്ടെന്നുള്ള ആങ്കർ ഇഷ്യൂസ്, സഡൻ ആയിട്ടുള്ള ഒരു ആങ്കർ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. പക്ഷെ ശരിക്കും അത് ആങ്കർ ആണോ? അല്ല, അത് അവരുടെ പെയിനാണ്. അക്കൗണ്ടബിലിറ്റി എടുക്കാനുള്ള ഒരു ഭയം ഉണ്ടായിരിക്കും. ആ ബ്ലെയിമിംഗ് ഒക്കെ മറ്റുള്ളവരിലേക്ക് വെക്കാനായിരിക്കും താല്പര്യം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈഗോ അവർക്കുണ്ടായിരിക്കും. പക്ഷേ സെൽഫ് വർത്ത് ഭയങ്കരമായിരിക്കും. അതായത് ഒരു ട്രൂത്തിനെ ഫേസ് ചെയ്യുന്നതിനേക്കാൾ അവർക്കിഷ്ടം അതിൽ നിന്നും എസ്കേപ്പ് ആവാനായിട്ടാണ്. ഡിവൈൻ ഫെമിനൈനെ ആകർഷണമൊക്കെ തോന്നും, പക്ഷേ അവരുടെ ഡെപ്ത് ആയിട്ടുള്ള ആ ലവ് കാരണം അവർക്ക് ഭയമാണ് ഉണ്ടാവുക. ലവ് അവരോടുണ്ടെങ്കിലും അത് നിലനിർത്താനുള്ള ഒരു മെച്യൂരിറ്റി ലെവൽ ഡിവൈൻ മസ്കുലൈൻസിന് ആ സമയത്ത് ഉണ്ടാവില്ല. ശരിക്കും ഒരു കോൾഡ് അല്ല എങ്കിലും അൺഹീൽഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻസ് നമുക്കൊരു കോൾഡ് ആണെന്ന് ഫീൽ ചെയ്യും. ഒരു അൺഹീൽഡ് ഡിവൈൻ മസ്കുലൈൻ പുറമെ ശക്തനായതായി തോന്നാം. തീരുമാനങ്ങൾ എടുക്കുന്നവൻ, കഠിനമായ മനസ്സുള്ളവൻ എന്നൊരു ഇമേജ് ആയിരിക്കും പുറമെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് ശരിക്കും അവനെ തന്നെ രക്ഷിക്കാൻ വേണ്ടി പഠിച്ച ഒരു വൂണ്ടഡ് ആയിട്ടുള്ള ചൈൽഡിഷ് ക്യാരക്ടറാണ്. ഇനി ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ട് വേണം ജീവിക്കാൻ, ദുർബലത കാണിക്കരുത് എന്നുള്ള കുറേ കണ്ടീഷനും വെച്ചിട്ടായിരിക്കും ഒരു ഡിവൈൻ മസ്കുലൈൻ വളർന്നുണ്ടായിരിക്കുക. അതിനാൽ തന്നെ ഭാവങ്ങളൊന്നും പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടായിരിക്കുകയില്ല. സ്നേഹമെല്ലാം കൺട്രോളിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഉള്ളിൽ എല്ലാ സ്നേഹവും ഉള്ളിലായിരിക്കും, പുറമെ പ്രകടിപ്പിക്കാനായിട്ട് താല്പര്യം കാണുകയില്ല. പക്ഷേ എന്നാൽ സ്നേഹം നല്ലപോലെ ഉണ്ടായിരിക്കും. നമ്മൾക്ക് വാക്കുകളിൽ ഡിവൈൻ മസ്കുലൈൻ്റെ സ്നേഹം പ്രകടമാവില്ല. അതുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ദൂരെ നിർത്തും. സൈലൻസിൽ മറഞ്ഞിരിക്കാനാണ് ഈ വൂണ്ടഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവോയ്ഡിങ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കും. ഡിലേ, ഇതൊക്കെയാണ് ഡിവൈൻ മസ്കുലൈൻസ് കാണിക്കുന്നത്. ശരിക്കും ഇതെല്ലാം സ്വയം വേദന തന്നെയാണ് എന്നുള്ളത് അവൻ്റെ സോളിനറിയാമെങ്കിലും വൂണ്ടഡ് ആയിട്ടുള്ള മസ്കുലൈൻസ് ഒരിക്കലും അത് തിരിച്ചറിയില്ല എന്നുള്ളതാണ്. ഈഗോ ശക്തമായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അത് എന്ത് തരത്തിലുള്ള ക്രിട്ടിസൈസം വന്നാലും ഡിഫെൻസീവായിട്ട് നിൽക്കാനും റിജക്ഷൻ, എല്ലാത്തിനെയും റിജക്ഷൻ ചെയ്യാനുള്ള ഒരു വിൽ പവറും ആ വൂണ്ടഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻസ് പുറത്ത് കാണിക്കും. ശരിക്കും ഒരു താൻ തന്നെയാണ് ശരി എന്നുള്ള ഒരു ബോധത്തിലായിരിക്കും അത്രയും കാലം ജീവിച്ചിരുന്നിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻറ്റിമസി ആകുമ്പോൾ ഒരു ഭയമായിരിക്കും. ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും സംസാരിക്കുമ്പോൾ ആണെങ്കിലും കമ്മിറ്റ്മെൻറ്റ് വേണ്ടി വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും എപ്പോഴും സംസാരിക്കുക. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മെയിൻ ഒരു ഫാക്റ്റാണ്. ഡിസ്റ്റൻസ് എല്ലാ റിലേഷൻഷിപ്പിലും ഡിവൈൻ മസ്കുലൈൻസ് ഡിസ്റ്റൻസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡിവൈൻ ഫെമിനൈൻസിനോട് സെപ്പറേഷൻ ടൈമിൽ ഡിവൈൻ മസ്കുലൈൻസിനെ കാണിക്കാൻ വേണ്ടി അവർ കാമാണ് എന്നുള്ളത് പുറമേ കാണിക്കുന്നതാണ്. പക്ഷേ ഉള്ളിൽ റിഗ്രറ്റും ഗിൽട്ടും എല്ലാം ഡിവൈൻ മസ്കുലൈൻസിന്, വൂണ്ടഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻസിന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കോറായിട്ടുള്ള ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് ശരിക്കും ഉള്ള ഡിവൈൻ മസ്കുലൈൻ, ഡിസ്ട്രോട്ടഡ് അല്ലാത്ത ഡിവൈൻ മസ്കുലൈൻ ഒരിക്കലും ക്രൂവലല്ല, കോൾഡ് അല്ല എന്നുള്ളതാണ്. അവനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാസ്ക് എടുത്ത് വെച്ച് ജീവിക്കുന്നത്. ഹീൽഡായി കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിവൈൻ മസ്കുലൈനെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക.
താങ്ക് യു യൂണിവേഴ്സ്.